എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഒഴിച്ചേറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കിയെടുക്കുന്നത്. കോവയ്ക്ക എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പഴുത്ത കോവയ്ക്ക ഉണ്ടല്ലോ അതെടുക്കരുത്. അപ്പോൾ നമ്മൾക്കത് കട്ട് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അത് പഴുത്തതാണോ എന്ന്. അപ്പോൾ അത് നമ്മൾ ഈ കറിയിലേക്ക് ഒട്ടും ഉപയോഗിക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ വട്ടത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പം ഒരുപാട് അങ്ങ് നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോവയ്ക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടും. സാധാരണ നമ്മൾ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി, ഉപ്പേരി അതൊക്കെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് അല്ലേ. കോവയ്ക്ക വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ കറി ഇന്ന് തയ്യാറാക്കുന്നത് ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 എണ്ണം നമുക്ക് പഴുത്തത് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോവയ്ക്ക് കട്ട് ചെയ്യുമ്പോഴാണല്ലോ അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്യണം. ഇത് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്യണത്. ഒരുപാടങ്ങ് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കനത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ കറി. അത്ര രുചികരമായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും പുട്ട്, അതുപോലെ ഇടിയപ്പം, ചപ്പാത്തി എന്തിൻ്റെ കൂടെയും നമ്മൾക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനി ഒരു കഷ്ണം ഇഞ്ചി അത്യാവശ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വേവിക്കാനുള്ളത് കൊണ്ട് ഇതും കനം കുറച്ചൊന്നും അരിയണ്ട. ഒരു തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള തക്കാളി പുളി അധികം ഇല്ലാത്തതാണെങ്കിൽ 1-2 എടുത്തോളൂ. പച്ച തക്കാളി കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. രുചി അല്പം കൂടും. ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി അല്ല കേട്ടോ, സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ്. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി, വേണിച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇത് കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്പൂണോ അല്ലെങ്കിൽ തവിയോ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയാവാം. പക്ഷെ നമ്മുടെ കൈ ഉപയോഗിച്ചത് മിക്സ് ചെയ്യുമ്പോഴാണ് ഒന്ന് നന്നായിട്ട് ആ ഒരു സവാളയിലേക്കും അതുപോലെ തന്നെ കോവയ്ക്കയിലേക്കൊക്കെ പൊടികൾ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനിയും ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ കോവയ്ക്കയിലും അതുപോലെ സവാളയിലും അല്പം വെള്ളമയം ഉണ്ടാവും അല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു വെള്ളമയത്തിൽ തന്നെ നമ്മൾക്കിത് ഇതുപോലെ തിരുമ്മി പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അതുപോലെ ഓൾ എന്ന ഓപ്ഷനും. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. ഇതിപ്പോൾ നന്നായിട്ട് അത് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാനതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. വെള്ളം 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. കാരണം കോവയ്ക്കയിലും സവാളയിലും അല്പം വെള്ളമയം ഉണ്ടാവും. നമ്മളിത് വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് അത്രയും വെള്ളം ഇപ്പോൾ കൊടുത്താൽ മതി. ഇനി ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, കഷ്ണത്തിൻ്റെ മുകളിലാണ് കറക്റ്റ് ആ വെള്ളം നിൽക്കുന്നത്. ഈ ഒരു പാകത്തിൽ തന്നെ കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കാൻ ഒരുപാട് സമയം എടുക്കില്ല. കാരണം കോവയ്ക്കും തക്കാളിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് 1/4 ബൗള് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ ഉള്ളിയോ അതുപോലെ ജീരകമോ പച്ചമുളകോ ഒന്നും ചേർക്കരുത് കേട്ടോ. ഈ നാളികേരം മാത്രം നമ്മളിതിനകത്തേക്ക് അരച്ചെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കി. മൺചട്ടിക്ക് അകത്തല്ലേ വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൽ നിന്ന് അല്പം കൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കഷ്ണമൊന്നും അങ്ങനെ വെന്ത് കിട്ടിയിട്ടില്ല കേട്ടോ, ഒന്നും കൂടി വേവാനുണ്ട്. അപ്പം ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത് വേവിക്കാൻ വയ്ക്കുമ്പം 1-2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് നന്നായിട്ട് വെന്ത് കിട്ടി. നമ്മുടെ കോവയ്ക്കയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോരുത് കേട്ടോ.
ഈ കറിയിൽ നമുക്ക് ആ കോവയ്ക്കൊക്കെ കഴിക്കാൻ കിട്ടണം. അപ്പോൾ ആ ഒരു പാകത്തിനായിരിക്കണം നമ്മളിത് എടുക്കേണ്ടത്. ഇനി നമ്മൾക്കിതാ ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ഗ്ലാസ് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബൗളിലേക്ക് ഒഴിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ എടുക്കുന്നത് കുറച്ച് ഒരു തിക്ക് ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കുറച്ചും കൂടെ ചാറോട് കൂടി കറി കഴിക്കാനായിട്ടായിരിക്കും ഇഷ്ടം, ചോറിലൊക്കെ ഒഴിച്ചിട്ട്. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കറി റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അരപ്പിൻ്റെ കൂടെ തന്നെ വേണം നമ്മൾ ഏത് കറി റെഡിയാക്കുമ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. പുളിയുടെ കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. തക്കാളി എടുക്കുമ്പം നല്ല പുളിയുള്ള തക്കാളി തന്നെ എടുക്കണം. ഇത് ശരിക്കും കോവയ്ക്ക പുളിക്കറിയാണ്. അപ്പോൾ പുളിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണം. മാങ്ങ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, തക്കാളി തന്നെ ഇട്ട് കൊടുക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഞാൻ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അത് അരപ്പ് ചേർത്ത് കൊടുത്തതുകൊണ്ട് അരപ്പിൻ്റെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തുറന്നു നോക്കി, നമ്മുടെ കറി കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ മൺചട്ടിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു കറി. സാധാരണ കോവയ്ക്ക വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉപ്പേരിയും അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെയല്ലേ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഒഴിച്ചെറി തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിതിനകത്തേക്കൊന്ന് വറുത്തിടണം, അപ്പോഴാണ് കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയുള്ളി. ഇപ്പോൾ ഞാനൊരു 7-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. 4-5 വറ്റൽമുളക്, അതൊന്ന് മൂത്ത് വരുമ്പം അതിനകത്തേക്ക് 2-3 തണ്ട് കറിവേപ്പില, പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ പൊടി ഉണ്ടല്ലോ, അത് വളരെ കുറച്ച്, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. ഇത്ര എന്തായാലും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് വേണം നമ്മുടെ ഈ കറിയിലേക്ക് ഇതൊന്ന് വറുത്തിടാനായിട്ട്. ഇപ്പം നന്നായിട്ട് ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. ഈ ചെറിയുള്ളി നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുമ്പം നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും മുളക് പൊടിയും അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, എന്തായാലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ തയ്യാറാക്കി നോക്കണേ എല്ലാവരും. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഫീഡ്ബാക്ക്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.